വാവ്, ഇത് കണ്ടോ, 3 ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ചെത്തി കടപ്പുറം വരെ പോവുക. അവിടെ ഈ ഞണ്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം നമുക്ക് അവിടുത്തെ പുലിമുട്ടയിൽ പോയി ഈ ഞണ്ട് പിടിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ട് നമുക്കും അത്യാവശ്യം പിടിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. പോയേക്കാം. അപ്പോൾ നമ്മളിപ്പം ബോട്ടിന് വേണം പോകുന്നത്. ബോട്ടിന് പോയിട്ട് പിന്നെ ആലപ്പുഴ ചെന്ന് അവിടുന്ന് ബസ് കയറിയൊക്കെ പോകണം. നമുക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വരാം. കൂട്ടുകാരൻ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതുണ്ടോ, ചൂണ്ടക്കാരിങ്ങനെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊരു ചൂണ്ട ഇട്ട് തന്നെ കിട്ടുന്നൊക്കെ നമുക്ക് നോക്കാം. ചേട്ടൻ കടലിലോട്ട് ഇറങ്ങി വീശാനായിട്ട്. അപ്പോൾ ആ ചേട്ടൻ വീശി കഴിഞ്ഞ് തന്നെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ചേട്ടന് വേറെ എന്തൊരു കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പാത്രം നോക്കാം. വീശും കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്തുമാത്രം കിട്ടിയത്. ഭയങ്കര തിരമാലയാണ്. ആ തിരമാലയുടെ ഇടയിൽ കൂടെ ആ ചേട്ടൻ നടന്നങ്ങോട്ട് പോകുന്നത്. എന്നിട്ടാണ് വീശാൻ പോകുന്നത്. ഇങ്ങനെ കഷ്ടപ്പെട്ട എന്ത് കിട്ടുമോ നമുക്ക് നോക്കാതെ. ചേട്ടൻ വീശാൻ പോലെ ഉണ്ട്. വീശി അടിപൊളിയായിട്ട് വീശിട്ടുണ്ട്. ഇനി അതിനകത്ത് മീനുണ്ടോ ഇല്ല നമുക്ക് അറിഞ്ഞാൽ മതി. ചേട്ടാ അത്ര കഷ്ടപ്പെട്ട് കിട്ടിയിട്ടേ. ചേട്ടൻ വീശി കിട്ടിയിട്ടതാണ്. ഞണ്ടുണ്ട്, പിന്നെ വേറെ കൂലിയുണ്ട്, വേറെ ഏതാണ്ടൊക്കെ മീൻ കിടപ്പുണ്ട്. ഞണ്ട് നടക്കണ ഇതുണ്ട്. നല്ല രസമാണ്. കാല് കെട്ടാ ചേട്ടാ, കെട്ടിയാൽ നല്ലതായിരിക്കും അല്ലേ. അപ്പം നമുക്കിനി നമുക്ക് ഞണ്ട് പിടിക്കാനായിട്ടേ നമുക്ക് ആദ്യം ഒരു മീനെ പിടിക്കണം. അപ്പം നമ്മുടെ ദീപു മീനെ പിടിക്കാനായിട്ട് നമ്മുടെ ചെമ്മീൻ കോർത്ത് ചൂണ്ടയിടുകയാണ്. ചൂണ്ടയിട്ട് കഴിയുമ്പോഴത്തേക്കിന് മീൻ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഞണ്ട് പിടിക്കുന്നത്. അപ്പം മീൻ കിട്ടിയതിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് കാണാം.
കതിര. ഇടുക്കം കതിര. കതിരാൻ കതിരാൻ വല്ലിക്കോര. ഇത് വല്ലിക്കോരയാണോ? ഇത് കതിര. ഇത് കടിക്കാൻ പിടിക്കുമല്ലോ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ഞണ്ട് പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് വല വേണം. ആ വല കടലിലോട്ട് എറിയണം. അതിനകത്തോട്ട് തീറ്റയായിട്ട് നമ്മുടെ മീനെ ചതച്ചിട്ട് അങ്ങോട്ട് ഇടണം. അപ്പോഴത്തേക്കിന് ഈ മീൻ തിന്നാനായിട്ട് ഈ ഞണ്ട് വന്ന് വല മുട്ടുമ്പോഴത്തേക്കിന് അതേലുടക്കിയാണ് ഈ ഞണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം എറിയുമ്പം പോകാനായിട്ട് നമുക്കൊരു വെയിറ്റ് വേണം. അതിലൊരു കല്ലൊക്കെ കെട്ടി നമ്മൾ റെഡിയാക്കി ഇനി നമ്മുടെ മീനെ ചതച്ചിട്ട് അതിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ എറിയുന്നത്. അപ്പം നമുക്ക് മീനെ ചതച്ച് അതിനകത്തോട്ട് സെറ്റപ്പ് ചെയ്യാം. നമുക്ക് മീനെല്ലാം വെച്ച് സെറ്റപ്പാക്കി ഇനി നമ്മൾ വയ്യ അങ്ങോട്ട് എറിയുകയാണ്. എറിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് പിടിച്ചു. വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവ പിടിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് ഈ കല്ലിൻ്റെ വെയിറ്റ് അറിയാമല്ലോ, നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഈ സാധനം മറ്റേ മീൻ പിടിക്കുന്നതുമായിട്ട് പിടിച്ച് വലിച്ചുകൊണ്ടൊന്നും പോകത്തില്ല. നമ്മൾ തിരിച്ചൊന്ന് ശകലം നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ച് വലിക്കുമ്പോഴത്തേക്കും അല്ല ഞണ്ട് കിടുക്ക ഞണ്ട് തട്ടിയാ പോയി താഴെ പോയത്. പൊക്കട ആ മറിഞ്ഞാതെ പോവും, പിടിക്കാൻ പറ്റിയല്ല. അതല്ലേ എന്താ എൻ്റെ ഇത് ഇരിക്കുന്നുണ്ടോ? ഇത് കണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. കല്ലേ തട്ടിപ്പോയാ ഇരിക്കരുത്, പിടിച്ചാൽ മതി, തിരിച്ച് മറിച്ച് പിടിക്കും. പോയോ? ഒണ്ടര 2 ഉണ്ട്. പയ്യെ ഒക്കെ എടുത്തു. ആ ഒരെണ്ണം പോയി. ഇതുണ്ട് അടുത്തത്. അവനെ ഉരിക്കടാ. അല്ല അതിനെ പിടിക്കുന്നുണ്ടോ? അല്ലേ പിടിക്കും. ഭയങ്കര പിടുത്തം പിടിക്കുന്നുണ്ടോ? തിരിച്ചു വന്നു. അത് ഞാൻ പറഞ്ഞു ചാടും. കണക്കില്ല. ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി. പരിപാടിയൊന്നുമില്ല. ആ എടുത്തോ. എനിക്ക് പിടിക്കാൻ.
അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് വേഗം കൊണ്ടിട്ടു കണ്ട ആ വീഡിയോ ഊരിത്തതായിരിക്കും ആൾക്കാരാണ്. പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ ഞാൻ എല്ലാം അരച്ച് വെച്ചിട്ട് വരാനോ. പണി അതെ പോയി ഊരി സാധനം കീറി വരുന്ന കണ്ടോണേ മോനെ മാറ ചാനലിൽ ഞങ്ങളും വരട്ടെ. ആ ആഹാ വാവ് ഇത് കണ്ടോ 3 എണ്ണം. ചൂണ്ടിട്ട് പിടിക്കാം. അപ്പൊ ഞാൻ കുറച്ചായി കേട്ടോ. എനിക്കും കെട്ടി വെക്കാം. കണ്ടോ